നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. ചെന്നൈ സൂപ്പർ കിങ്സിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാജസ്ഥാൻ റോയൽസും ആദ്യ വിജയം ആഘോഷിച്ചിരിക്കുകയാണ്. നമുക്കൊപ്പം MSK, ഒപ്പം അനൂപ് ഷൺമുഖൻ. MSK, വൈഭവ് വീണ്ടും തൻ്റെ വൈഭവം എന്താണെന്ന് തെളിയിക്കുന്ന ഒരു വൺ സീസർ വണ്ടറല്ല എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കുന്ന രീതിയിലായിരുന്നു വൈഭവിൻ്റെ പ്രകടനം. ഒപ്പം തന്നെ സഞ്ജു സാംസണ് നിരാശയോടെ മഞ്ഞ ജേഴ്സിയിൽ തുടക്കവും. തീർച്ചയായിട്ടും അതിൽ ചെന്നൈ സൂപ്പർ കിങ്സ് പരാജയപ്പെട്ടു എന്നതിനൊപ്പം തന്നെ ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ മൊത്തത്തിലുള്ള ടീമും ഒരുപക്ഷെ അനലൈസ് ചെയ്യപ്പെടുന്നൊരു സമയമായിരിക്കും. കാരണം ചെന്നൈ സൂപ്പർ കിങ്സ് സഞ്ജു സാംസണെ ഈ ടീമിലേക്ക് വിളിച്ചു. രാജസ്ഥാൻ റോയൽസിൻ്റെ നായകനായിരുന്ന സഞ്ജുവിനെ ഈ ടീമിലേക്ക് എത്തിച്ചു. പക്ഷേ നമ്മുടെ അനിയൻ ബാവ ചേട്ടൻ ബാവ സിനിമയിൽ ഇന്ദ്രൻസ് പറയുന്നത് പോലെ റെക്കോർഡിംഗ് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. കഴിഞ്ഞ സീസൺ ഇവരുടെ ഇപ്പോഴത്തെ ഇന്ന് തന്നെ ഡെവാൽ ബ്രേവിസിന് പരിക്ക് വന്നു. അതിനുശേഷം അവർക്കൊരു വിദേശ ബാറ്റർ ശരിക്കും ഇല്ല. ഈ ഷോട്ട് എന്നുള്ള ബാറ്റർ ഓസ്ട്രേലിയൻ താരമാണ്. സ്വതവേ ഈ IPL ലേലത്തിൽ ഓസ്ട്രേലിയക്കാരെ ആവശ്യമില്ലാതെ വിളിച്ചു കൂട്ടുന്ന ഒരു പ്രവണത നമ്മൾ പല സീസണുകളിലായിട്ട് കണ്ടിട്ടുണ്ട്. ഓസ്ട്രേലിയക്കാർ കൃത്യമായിട്ട് അത് ഡെലിവർ ചെയ്യാറുണ്ടോ മറ്റൊന്നും നോക്കാതെ ഒരു ഓസ്ട്രേലിയൻ പ്ലെയർ ആണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ച് ടീമിലേക്ക് ഉൾപ്പെടുത്തുന്നു എന്ന തരത്തിൽ ഒരുപക്ഷെ ഉൾപ്പെടുത്തിയതായിരിക്കണം ഷോട്ട് എന്ന ബാറ്റ്സ്മാൻ. അദ്ദേഹത്തിൻ്റെ റെക്കോർഡുകൾ ഞാനിപ്പോൾ ചെക്ക് ചെയ്ത സമയത്ത് അദ്ദേഹത്തിന് പിന്നെ T20കളിലോ അല്ലെങ്കിൽ ഏകദിന മത്സരങ്ങളിലോ പ്രത്യേകിച്ച് അങ്ങനെ വലിയ റെക്കോർഡുകളൊന്നുമില്ല. ഒരൊറ്റ 50 മാത്രമാണ് T20യിൽ അദ്ദേഹം കളിച്ച 24 T20യിൽ ഓസ്ട്രേലിയക്ക് വേണ്ടി നേടിയിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബാറ്റർ മധ്യനിരയിലേക്ക്, അതായത് വേറെ ആരും ഇല്ലാത്തത് കൊണ്ട് മാത്രം അവസരം ലഭിച്ച ഒരു ബാറ്ററാണ് ഈ ഷോട്ട് എന്നുള്ള ഈ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി മധ്യനിരയിൽ ഇറങ്ങിയ ബാറ്റർ എന്ന് തോന്നുന്നു. പിന്നെ ഉള്ളത് നമുക്കറിയാം, മഴ പെയ്തത് കൊണ്ട് തന്നെ ഈ പിച്ചിൽ സ്വതവേ കഴിഞ്ഞ 2 മത്സരങ്ങൾ കളിച്ചതുപോലുള്ളൊരു ഫ്ലാറ്റ് പിച്ച് ആയിരുന്നില്ല. ഈ പിച്ചിൽ നല്ല മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. പന്തുകൾ ഫസ്റ്റ് ഓവറിൽ തന്നെ ആർച്ചറിൻ്റെ പന്തുകളൊക്കെ ബീറ്റൺ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. സഞ്ജു ഔട്ടായ പന്ത് പോലും മനോഹരമായൊരു പന്തായിരുന്നു. സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ടീമിനെതിരെയുള്ള, അതായത് ഇതുവരെ കളിച്ച ടീമിനെതിരെയുള്ള മത്സരമാണ് എങ്കിൽ കൂടിയും ഈ മത്സരത്തിൽ അദ്ദേഹത്തിന് വേണ്ടത്ര മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. അടുത്ത മത്സരങ്ങളിൽ അദ്ദേഹം തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. എങ്കിൽ കൂടിയും ചെന്നൈയുടെ പ്ലേയിങ് 11 അല്ലെങ്കിൽ ചെന്നൈയുടെ നിര എന്ന് പറയുമ്പോൾ വളരെ നിരാശാജനകമായിട്ടുള്ള ഒരു നിര തന്നെയാണ്. ചെന്നൈക്ക് എപ്പോഴും നല്ല വിദേശ ബാറ്റർമാരുണ്ടായിരുന്നു. ഫാഫ് ഡുപ്ലസി ഉള്ളൊരു കാലം നമുക്കറിയാം, ഡ്വൈൻ സ്മിത്തുള്ളൊരു കാലം നമുക്കറിയാം, മാത്യു ഹെയ്ഡനുള്ളൊരു കാലം നമുക്കറിയാം. അങ്ങനെ ഉള്ള ഒരു വലിയ നിര, ഷെയ്ൻ വാട്സൺ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അങ്ങനെയുള്ള മികച്ച വിദേശ ബാറ്റർമാരുള്ള ഒരു സമയത്ത് അവർക്ക് ആകെയുള്ള വിദേശ 2 ബാറ്റർമാരാണ് അവർക്കുള്ളത്. ഒന്ന് ഈ ഷോട്ടും ഡെവാൽ ബ്രേവിസിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു, സഞ്ജുവിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിക്കുന്നു. ആ രീതിയിലാണ് അവരുടെ കാര്യങ്ങൾ എന്ന് തോന്നുന്നു. ഇങ്ങനെയാണെങ്കിൽ ചെന്നൈക്ക് അടുത്ത മത്സരങ്ങളിലേക്ക് തിരിച്ചു വരവ് എന്നുള്ളത് അവർ കുറച്ചുകൂടി എക്സ്ട്രാ പണിയെടുക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മൊത്തത്തിൽ അവരുടെ ബാറ്റിംഗ് കൊളാപ്സ് ആയ സമയത്ത് ഒരാൾ പോലും അവർക്ക് പിടിച്ചു നിൽക്കാൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഗെയ്ക്വാദും അതുപോലെ തന്നെ പിന്നെ മാത്രമല്ല അവർക്ക് കിട്ടിയ യുവനിര, ചെന്നൈ എപ്പോഴും ഒരു വയസ്സൻ നിര എന്ന രീതിയിലാണ് അറിയപ്പെട്ടിരുന്നത്. അവരൊക്കെ ഡെലിവർ ചെയ്തിരുന്നൊരു സമയമുണ്ടായിരുന്നു. സുരേഷ് റെയ്നയും അമ്പാട്ടി റായുഡുവും റോബിൻ ഉത്തപ്പയും അതുപോലെ അജിങ്ക്യ രഹാനെയൊക്കെ ഡെലിവർ ചെയ്തിരുന്ന സമയമുണ്ടായിരുന്നു. പിന്നീടൊക്കെ മൊയിൻ അലിയൊക്കെ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 4-5 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പക്ഷേ അവർക്കിപ്പോൾ കൃത്യമായിട്ട് സഞ്ജു സാംസൺ എന്ന ഒരു ബാറ്റർ, അതിനുശേഷം ഋതുരാജ് ഗെയ്ക്വാദ്, പിന്നെ ഒരു ബാറ്റർ എന്ന രീതിയിൽ നോക്കുമ്പോൾ ഒരാൾ പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. അതായത് വിശ്വസിച്ച് ബാറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാൾ പോലും ഇല്ലാത്ത ഒരു ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ്. അതായത് റെക്കോർഡിംഗ് എല്ലാം ഉണ്ട്. സഞ്ജുവിനെ നമ്മൾ എടുത്തു, നമ്മുടെ കൂടെ ശിവൻ ദൂബയുണ്ട്, ലോകകപ്പ് വിന്നേഴ്സാണ്. പക്ഷേ ജയിക്കാൻ സാധ്യതയുള്ള ഒരു ടീം അവർക്കുണ്ടോ എന്നുള്ളത് സംശയാസ്പദമാണ്. പിന്നെയുള്ളത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസിലി ചേസബിൾ ആയിട്ടുള്ളൊരു സ്കോറാണ് 123 എന്ന് പറയുമ്പം ഏത് ടീമും ഈസിലി. അതായത് രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചുകൂടി സെറ്റിൽഡ് ഒരു ടീമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അവർക്ക് വൈഭവ് സൂര്യവംശിയും യശസ്വി ജയ്സ്വാളും അവരുടെ ഓപ്പണിംഗ് പ്ലെയർ ആയിട്ടുണ്ട്. അതിനുശേഷം പരാഗ് വരുന്നു, ധ്രുവ് ജുറേൽ വരുന്നു, ഹെറ്റ്മേർ വരുന്നു. അവർക്ക് കഴിഞ്ഞ സീസണുകളിലൊക്കെയും IPL മികച്ച രീതിയിൽ ബാറ്റ് ചെയ്തിയ ഒരുപാട് മികച്ച ബാറ്റർമാരുണ്ട്. അവരുടെ ബോളേഴ്സും സെറ്റിൽഡ് ആയിട്ടുള്ള ബോളേഴ്സാണ്. മികച്ച 5 ബോളേഴ്സ് അവർക്കുണ്ട്. ആർച്ചറും ബർഗറും അതുപോലെ തന്നെ പുതിയ ബ്രിജേഷ് ശർമ്മ പോലും മികച്ച രീതിയിൽ പന്തെറിഞ്ഞു എന്ന് നോക്കുമ്പോൾ തന്നെ സന്ദീപ്, അങ്ങനെയുള്ള മികച്ച ബോളേഴ്സ് അവർക്ക് കൃത്യമായിട്ടുണ്ട്. അവർക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു മത്സരം അവർ ജയിച്ചു. CSK സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അടുത്ത മത്സരങ്ങളിലേക്ക് അവർ കുറച്ചുകൂടി ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം സഞ്ജു ഫോമൗട്ടായി എന്നുള്ളത് പോലും ഒരു ശുഭസൂചനയായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം കഴിഞ്ഞ 5 വർഷങ്ങൾ നോക്കുമ്പോൾ നമുക്കറിയാം സഞ്ജു 6 സീസണുകളിൽ, അതായത് 2020 സഞ്ജു ഫസ്റ്റ് മത്സരത്തിൽ 74 റൺസ് എടുത്തു. 2021 അദ്ദേഹം 113 റൺസ് എടുത്തു. പിന്നത്തെ സീസണിൽ 55 റൺസ് എടുത്തു. അതിനുശേഷമുള്ള സീസണിലും 55 എടുത്തു. അതിനുശേഷം 62 എടുത്തു. അങ്ങനെ മൊത്തത്തിൽ നോക്കുമ്പോൾ എല്ലാ സീസണിലും ഫസ്റ്റ് മത്സരത്തിൽ സഞ്ജു 50 ഓർ 50+ സ്കോർ റൺസ് നേടിയിട്ടുണ്ട്. ഈ
സീസണിൽ അത് വ്യത്യസ്തമാണ്. സഞ്ജു പെട്ടെന്ന് ഔട്ടാവുന്നു എന്നുള്ള നിലയിലാണ്. നമുക്കറിയാം ഈ ലോകകപ്പിൽ ലോങ് സീസൺ കിട്ടുന്നു. അതായത് അത് എനിക്ക് തോന്നുന്നു സഞ്ജു അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമുക്കറിയാം ഈ ലോകകപ്പിൽ തന്നെ T20 ലോകകപ്പിൽ തന്നെ ആദ്യ മത്സരങ്ങളൊന്നും സഞ്ജു കളിക്കാനുണ്ടായിരുന്നില്ല. അവസാന നിമിഷം കത്തിക്കയറി നിൽക്കുന്നൊരു സഞ്ജുവിനെയാണ് നമ്മൾ കണ്ടത്. തീർച്ചയായിട്ടും CSKയുടെ വരാനിരിക്കുന്ന മത്സരങ്ങളിൽ സഞ്ജു കത്തിക്കയറും എന്നുള്ള ഒരു പ്രതീക്ഷ തീർച്ചയായിട്ടും ഉണ്ട്. ഉറപ്പായിട്ടും. അപ്പോൾ ഈ ജാമിയ റൂട്ടൻ്റെ ഒരു 43 ഇല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു നാണംകെട്ട സ്കോറിലേക്കായിരിക്കും CSK പോവുക. അവരുടെ ഹയസ്റ്റ് പാർട്ണർഷിപ്പ് എന്ന് പറയുന്നത് 10ാം വിക്കറ്റിലെ പാർട്ണർഷിപ്പാണ്. 100 കടത്തിയത്. അതെ. അപ്പോൾ CSKയുടെ ബാറ്റിങ്ങിന് എന്താണ് ശരിക്കും പറ്റുന്നത്? വിശദമായിട്ട് MSK പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ ഇതിൻ്റെ മറുവശമുണ്ട്. അവരുടെ കോച്ച് തന്നെ ഈ ടീം സെലക്ഷനെ പറ്റി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ ടീം ചെന്നൈ സൂപ്പർ കിങ്സ് IPL ഏറ്റവും പൈതൃക അവകാശപ്പെടാവുന്ന 5 കിരീടങ്ങളുള്ള ഏറ്റവും മികച്ച ബാറ്റിംഗ് നിരയെ അവതരിപ്പിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ക്യാപ്റ്റനെ അവതരിപ്പിച്ചിട്ടുള്ള ടീം ഇപ്പോൾ അവരൊരു ഇവോൾവ്മെൻറ്റ് പീരീഡിലാണ്. അവർ ശ്രദ്ധ വെക്കുന്നത് യുവതാരങ്ങളിലാണ്. ഞങ്ങൾ അടുത്ത സീസണുകളിലേക്ക് ഈ സീസണെ ഒരു പാഠമായി മുന്നിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയെന്നാണ് കോച്ച് പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ആരാധകരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സീസണിൽ കാര്യമായിട്ടുള്ള അവകാശവാദങ്ങളോ അല്ലെങ്കിൽ പ്രതീക്ഷ വെച്ച് പുലർത്തരുത്. പകരം നിങ്ങൾ ഈ ടീമിൽ വിശ്വാസം അർപ്പിക്കണം. അത് അടുത്ത വർഷങ്ങളിലേക്കുള്ള ഒരു ടീമിനെയാണ് അവർ സജ്ജമാക്കുന്നത്. കാരണം നമുക്കറിയാം ഏറ്റവും പൈതൃക അവകാശപ്പെടുന്നത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഈ മത്സരത്തിൽ നോക്കുകയാണെങ്കിൽ ഈ മത്സരം കളിക്കുന്നതിന് മുമ്പ് തന്നെ ചെന്നൈ ബാക്ക് ഫുട്ടിലായിരുന്നു. എന്താണ് പ്രശ്നം എന്ന് വെച്ചാൽ മഹേന്ദ്ര സിംഗ് ധോണി കളിക്കാത്ത ഒരു മത്സരമാണിത്. എത്രയോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 253 മത്സരങ്ങൾ കളിച്ചപ്പോൾ 5 മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹം ചെന്നൈയുടെ കുപ്പായത്തിൽ ഇറങ്ങാതിരുന്നുള്ളത്. ഒപ്പം സുരേഷ് റെയ്ന ഇല്ലാത്ത മത്സരം, റെയ്നയും ധോണിയും ഇല്ലാത്ത ആദ്യ മത്സരമാണ് IPL ചരിത്രത്തിൽ ചെന്നൈയുടെ മത്സരം എന്ന് പറയുന്നത്. മത്സരം അതായത് മിസ്റ്റർ IPL എന്നറിയപ്പെടുന്ന സുരേഷ് റെയ്നയും തല എന്നറിയപ്പെടുന്ന ധോണിയും ഇല്ലാത്ത ഒരു ടൂർണമെൻറ്റാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അവിടെ തീർച്ചയായിട്ടും അവർ അവതരിപ്പിക്കപ്പെടുന്ന ടീമിനെ വിശ്വസിക്കുക എന്നത് മാത്രമാണ് ആരാധകർക്ക് ഇപ്പോൾ ചെയ്യാനുള്ളത് എന്നുള്ള കാര്യം. ഇപ്പോൾ പറഞ്ഞ സഞ്ജുവിൻ്റെ കാര്യം, സഞ്ജു പുതിയതായിട്ട് ടീമിലേക്ക് വരുന്നു. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് ഈ IPL 3 മത്സരം കഴിയുമ്പോൾ നമുക്ക് പറയാനുള്ളത്. ഒന്ന്, തോറ്റു തുടങ്ങുന്ന ദൈവത്തിൻ്റെ പോരാളികൾ ജയിച്ചു തുടങ്ങിയ മത്സരമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത്. എല്ലാ മത്സരങ്ങളും MSK പറഞ്ഞതുപോലെ ആദ്യ മത്സരത്തിൽ അർദ്ധ സെഞ്ചുറിയോടെ തുടങ്ങുകയും സീസണിലെ ആദ്യത്തെ 5 മത്സരങ്ങൾ അതിഗംഭീരമായി കളിക്കുകയും ചെയ്യുന്ന സഞ്ജു സാംസൺ ഇത്തവണ ആദ്യ മത്സരത്തിൽ ഫ്ലോപ്പായി എന്നുള്ളതാണ്. പക്ഷേ സഞ്ജുവിനെ വിമർശിക്കേണ്ട ഘട്ടമൊക്കെ കഴിഞ്ഞു. നമ്മൾ വിമർശിച്ചു, അദ്ദേഹം അതിൻ്റെ ക്ലാസ് തെളിയിച്ച് കഴിഞ്ഞു. അതുകൊണ്ട് ഇനി സഞ്ജു വിമർശനങ്ങൾക്ക് അതീതനാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. കാരണം ഈ ഒരു മത്സരത്തോടു കൂടി സഞ്ജുവിനെ എഴുതി തള്ളേണ്ട യാതൊരു കാര്യമില്ല. ഏറ്റവും അടുത്ത നിമിഷത്തിൽ തന്നെ അദ്ദേഹത്തിന് കളിയിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്നുള്ളതാണ്. പിന്നെ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ചെന്നൈ സൂപ്പർ കിങ്സ് എപ്പോഴൊക്കെ കിരീടം നേടിയിട്ടുണ്ടോ അവരുടെ ഏറ്റവും മികച്ച ഒരു ഓപ്പണിംഗ് സഖ്യം അവിടെ ഉണ്ടായിരുന്നു. അതായിരുന്നു അവരുടെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത്. മികച്ച തുടക്കം നൽകുന്ന ഓപ്പണിംഗ് സഖ്യങ്ങൾ അവർക്കുണ്ടായിരുന്നു. ഇതൊരു ഗെയ്ക്വാദ്, സഞ്ജു സാംസൺ അതിനെ പറ്റിയ ഒരു ടീം തന്നെയാണ്. ഒരു ഓപ്പണിംഗ് സ്ലോട്ടിൽ ഏറ്റവും കരുത്തിട്ടൊരു ടീം തന്നെ, ഒരു സഖ്യം തന്നെയാണ് അവർ എന്ന് പറയേണ്ടിയിരിക്കുന്നു. പിന്നെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ ഒരുപക്ഷെ എൻ്റെ മനസ്സിലൊക്കെയുള്ള ഒരു സ്വപ്നതുല്യമായിട്ടുള്ള ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ടീമുണ്ട്. മൈക്ക് ഹസിയും മുരളി വിജയും ഓപ്പൺ ചെയ്യുകയും പിന്നീട് വാട്സണും ധോണിയും റെയ്നയും പിന്നെ ഡോയിൻ ബ്രാവോയും ഒക്കെ അണിനിരന്ന് വരുന്ന ഒരു ടീം. അവരെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് തന്നെ ടീം ലൈനപ്പ് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഉറപ്പാണ്. അത്രമാത്രം കരുത്തുറ്റ ഒരു സംഘമാണ്. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ടീം കൂടുതലായിട്ട് യുവതാരങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നു. പ്രശാന്ത് വീറിനെയും കാർത്തിക് ശർമ്മയും അവർ വാങ്ങിയത് 14.5 കോടിക്ക് മറ്റുമാണ്. അത്രയും അവർ ഭാവിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സീസണെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണ്. ഒപ്പം ധോണി കളിക്കുന്നില്ല. പുതിയൊരു ക്യാപ്റ്റൻസിയിലേക്ക്, പുതിയൊരു ഷിഫ്റ്റിങ്ങിലേക്ക് സഞ്ജു സാംസനെ മുന്നിൽ കണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരുന്നു. പുതിയൊരു നായകനിലേക്ക് അദ്ദേഹം ഭാവി രൂപപ്പെടുത്താം. അദ്ദേഹത്തിന് പറ്റിയ ഒരു യുവനിരയെ അവർ വാർത്തെടുക്കാൻ പോവുകയാണ്. തീർച്ചയായിട്ടും നോക്കുമ്പോൾ ഈ മത്സരം തോറ്റു എന്നതുകൊണ്ട്, ആദ്യ മത്സരം തോറ്റു, അത് ദയനീയമായി തന്നെ തോറ്റു എന്നുള്ളത് കൊണ്ട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുത്തേണ്ട, ഫൈറ്റ് ചെയ്ത് അവർ തിരിച്ചു വരുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയുകയാണെങ്കിൽ IPL വളരെ വേഗത്തിൽ മടുക്കുന്നോ എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ക്രിക്കറ്റ് കോർണറുകളിൽ സംബന്ധിച്ച്. കാരണം കഴിഞ്ഞ 2 മത്സരങ്ങൾ നമ്മൾ കണ്ടാണ് 200-അപ്പുറമുള്ള സ്കോർ പിറക്കുന്ന, പവർ പ്ലേയിൽ തന്നെ മത്സരത്തിൻ്റെ ഗതി നിശ്ചയിക്കപ്പെടുന്ന തരത്തിലേക്ക് IPL മാറുന്നത് മടുപ്പുണ്ടാക്കുന്നുവെന്ന് കുറേയേറെ ക്രിക്കറ്റ് ആരാധകർ പങ്കുവയ്ക്കുന്ന ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടു. ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഒരു IPL മത്സരത്തെ അല്ലെങ്കിൽ 2020 മത്സരത്തെ സംബന്ധിച്ച് ഐഡിയൽ ആയിട്ടുള്ള ഒരു സ്കോറിംഗ് എന്ന് പറയുന്നത് ഒരു 160-185 സ്കോർ പിറക്കുന്ന ഒരു മത്സരവും അതിനെ ടൈറ്റായിട്ട് പിടിക്കുന്ന, രണ്ടാമത് ചേസ് ചെയ്യുന്ന ഘട്ടത്തിൽ പിടിച്ചു നിർത്തുന്ന ബൗളർമാരടങ്ങുന്ന ഒരു സംഘവും തീർക്കുന്ന മത്സരത്തിൻ്റെ പകുതി പോലും ഇത്തരത്തിലുള്ള ഏകപക്ഷീയമായ വലിയ ഹൈ സ്കോറിംഗ് മത്സരങ്ങൾ ഉണ്ടാകുന്നില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. അപ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അങ്ങനെ ബൗളർമാർക്ക് കൂടി കുറച്ചുകൂടി ഇന്നത്തെ മത്സരത്തിൽ ബൗളിങ്ങിൻ്റെ ഒരു രസകരമായിട്ടുള്ള, നമുക്ക് കൗതുകം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ ആവശ്യം ജനിപ്പിക്കുന്ന കാഴ്ചകൾ കണ്ടു.
സഞ്ജുവിൻ്റെ പുറത്താകൽ പന്ത് തന്നെ അത് സഞ്ജുവിനെ ബീറ്റ് ചെയ്യുന്ന ആ പന്തിന് എന്ന് തന്നെ ബൗളിങ്ങിൻ്റെ ഒരു മനോഹരത കാണിച്ചിരുന്ന ഒരു പന്ത് തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെ കൂടിയുള്ള മൊമെൻറ്റുകൾ കൂടി ബോൾഡും നല്ല തീർച്ചയായിട്ടും അത് ക്ലീൻ ബോൾഡ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കണക്കൂട്ടിലാകെ പാടെ തെറ്റിച്ചൊരു പന്താണ്. അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും IPL അങ്ങനെയുള്ള കുറച്ചുകൂടി മുഹൂർത്തങ്ങൾ കൂടി നൽകട്ടെ എന്നാണ് ഈ ഘട്ടത്തിൽ ആദ്യ മത്സരത്തിൻ്റെ ഘട്ടത്തിൽ നമുക്ക് പറയാനുള്ളത്. ഉറപ്പായിട്ടും. ഇപ്പോൾ യുവതാരങ്ങളുടെ ഒരു കാര്യം പറയുമ്പോൾ സ്വാഭാവികമായിട്ടും IPL ചരിത്രത്തിൽ തന്നെ യുവതാരം വൈഭവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു പോകാൻ തോന്നുന്നു. കാരണം അദ്ദേഹത്തിന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് അദ്ദേഹം 15ാമത്തെ പിറന്നാൾ ആഘോഷിച്ചത്. സ്വാഭാവികമായിട്ടും വൈഭവിൻ്റെ 15ാമത്തെ പിറന്നാളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വൈഭവിന് ഏജ് ബാരിയർ ഇല്ലാതെ ഇന്ത്യൻ സീനിയർ ടീമിൽ കളിക്കാമെന്നുള്ളത്. കാരണം ഇതുവരെ വൈഭവ് 13ാം വയസ്സിലും 14ാം വയസ്സിലൊക്കെ റെക്കോർഡുകൾ അടിച്ചു കൂട്ടുമ്പോൾ ഭയങ്കര ചർച്ചയുണ്ടായിരുന്നു വൈഭവൻ എന്തുകൊണ്ടാണ് സീനിയർ ടീമിൽ എടുക്കാത്തത്. അപ്പോൾ ICC കഴിഞ്ഞ നവംബറിൽ ഇറക്കിയ പുതിയ ചട്ടപ്രകാരം 15 വയസ്സ് പൂർത്തിയായാൽ മാത്രമേ സീനിയർ തലത്തിൽ കളിപ്പിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പ്രത്യേക അനുമതിയൊക്കെ വാങ്ങി കളിപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. ഇന്ത്യയിൽ ഇപ്പോൾ എന്തായാലും പ്രതിഭകൾക്കൊരു പഞ്ഞമില്ലാത്തതുകൊണ്ട് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. അദ്ദേഹം പതുക്കെ ഗ്രാജുവലായിട്ട് വരട്ടെ എന്നുള്ളതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ചെറിയൊരു ഇതുണ്ടായിരുന്നു സീനിയർ ലെവലിൽ ഏത് രീതിയിൽ കളിക്കും. നമുക്കറിയാം കഴിഞ്ഞ തവണ വൈഭവ് വരുന്നത് സഞ്ജു സാംസണ് പരിക്കേൽക്കുമ്പോഴാണ് വൈഭവിനെ കളത്തിലിറക്കുന്നത്. ആദ്യ പന്ത് തന്നെ അതിർത്തി കടത്തിക്കൊണ്ടാണ് വൈഭവ് IPL അത്രയും എക്സ്പോഷർ കിട്ടുന്ന അത്രയും സമ്മർദ്ദങ്ങൾക്ക് നടുവിൽ വെക്കേണ്ട ഒരു സംഭവം വൈഭവ് ഒരു ബൗണ്ടറി അടിച്ചുകൊണ്ടാണ് തുടങ്ങുന്നത് തന്നെ. പിന്നീട് ആ IPL തന്നെ അദ്ദേഹം IPL ചരിത്രത്തിലെ വേഗമേറിയ 2ാമത്തെ സെഞ്ചുറി നേടുന്നുണ്ട്. അതായത് ക്രിസ് ഗെയിലിൻ്റെ 35 പന്തിലെ റെക്കോർഡാണ് 30 പന്തിലെ ഗെയിലിൻ്റെ റെക്കോർഡാണ് 35 പന്തിൽ ഏകദേശം അടുത്തെത്തിച്ച് വൈഭവ് പൂർത്തിയാക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ കഴിഞ്ഞ വേൾഡ് കപ്പിന് ശേഷം ഇന്ത്യൻ ടീമിന് BCCI നൽകിയ സ്വീകരണത്തിൽ വൈഭവിനോട് ചോദിക്കുന്നുണ്ട് ഇനി അടുത്ത റെക്കോർഡ് എന്താണെന്ന് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ ക്രിസ് ഗെയിലിൻ്റെ 175 എന്ന ഇൻഡിവിജ്വൽ റെക്കോർഡ് തകർക്കുക എന്നുള്ളതാണ് ആഗ്രഹം എന്ന്. അപ്പോഴും ചിലരെങ്കിലും ഇതൊക്കെ തകർക്കാൻ മാത്രമേ ഇവനായോ എന്നൊരു തോട്ട് വന്നിട്ടുണ്ടാവും. പക്ഷേ ചെറുക്കം തകർക്കും. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ കളി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ മത്സരത്തിൽ തന്നെ അപ്പോൾ ഒന്ന് ബൗളർമാർക്ക് അത്യാവശ്യം നല്ല ആനുകൂല്യം കിട്ടുന്ന പിച്ചായിരുന്നു മറ്റേ ഗുവാഹട്ടിയിലെ പിച്ച് എന്ന് പറയുന്നത്. കഴിഞ്ഞ 2 മത്സരത്തിലെയും ഫ്ലാറ്റ് ഹൈവേ പിച്ച് എന്നുള്ളതാണ് പല ക്രിക്കറ്റ് ഗ്രൂപ്പുകളിലും ചർച്ചകളിലൊക്കെ നടക്കുന്നത്. നാഷണൽ ഹൈവേ പിച്ചാണ് ഫ്ലാറ്റ് പിച്ചാണെന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ആ 2 ഗ്രൗണ്ടുകളും അതായത് ചിന്നസ്വാമി ആയിക്കോട്ടെ വാങ്കഡെ ആയിക്കോട്ടെ ബൗണ്ടറി വളരെ ചെറുതാണ്. അപ്പോൾ ബാറ്റർമാർക്ക് അത്രയും ആനുകൂല്യം കിട്ടുന്ന ഒരു പിച്ച് തന്നെയായിരുന്നു. പക്ഷേ ഇവിടേക്ക് വരുമ്പോൾ കാര്യങ്ങൾ വ്യത്യസ്തമാണ്. നേരത്തെ MSK സൂചിപ്പിച്ച പോലെ തന്നെ ഒരു മഴയുടെ കൂടി സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ബോളർമാർക്ക് നല്ല ആനുകൂല്യം കിട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ട് ബോളർമാർ മുതലാക്കുന്നുണ്ട്. കലീജ് ഉൾപ്പെടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എറിഞ്ഞതും. പക്ഷേ വൈഭവ് ഇന്ന് മൊത്തം സ്വതസിദ്ധമായ ശൈലിയിൽ ഞാൻ അടിക്കുക എന്നുള്ള 300 മുകളിൽ അദ്ദേഹത്തിന് സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. 17 ബോളിൽ 52 അതിൽ തന്നെ വേഗമേറിയ 3ാമത്തെ 50 ആണ് അദ്ദേഹം നേടിയത്. 15 ബോളിലായിരുന്നു അദ്ദേഹത്തിന്റെ 50 എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പോലെയുള്ള ഒരു ബൗളറെയാണ് കൂടി ആലോചിക്കണം. അതും ഇത്രയും അനുകൂലമായിട്ടുള്ള ബൗളിംഗ് അനുകൂലമായിട്ടുള്ള വൈഭവ് നമുക്ക് എന്തായാലും വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത് ഇന്ത്യക്ക് ഇനി നടക്കാൻ പോകുന്ന T20 അയർലൻഡിനെതിരായ T20 പരമ്പരയാണ് ഇന്ത്യൻ സീനിയർ ടീമിന് ഇനി വരാനുള്ളത്. അതിൽ വൈഭവിനെ എടുത്തുകൊണ്ട് കാരണം അതിൽ 2 അഭിപ്രായമുണ്ട് അല്ലേ MSK? ഇത്ര നേരത്തെ അദ്ദേഹത്തെ പരീക്ഷിച്ച് ഭാവി കളയണോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഒരു പക്ഷേ അദ്ദേഹം ഇന്റർനാഷണൽ ലെവലിൽ ഒരു പക്ഷേ തുടക്കത്തിലെങ്ങാനും പരാജയപ്പെട്ടു പോയി കഴിഞ്ഞാൽ എന്താകുമെന്നുള്ളൊരു ചോദ്യം നിൽക്കേണ്ട കാര്യമില്ലെന്നാണ്. കാരണം അദ്ദേഹം ഇന്ത്യൻ ടീമിന് ഇപ്പോൾ കഴിഞ്ഞ ഏഷ്യ കപ്പ് അണ്ടർ 19 വേൾഡ് കപ്പ് ആയിക്കോട്ടെ അദ്ദേഹം ഗംഭീരമായിട്ട് കളിക്കുന്നു. അണ്ടർ 19 ആണെങ്കിൽ പോലും ഇപ്പോൾ കളിക്കുന്ന അദ്ദേഹം സീനിയേഴ്സിൻ്റെ കൂടെയാണല്ലോ. പക്ഷേ ഒരു ദേശീയ ടീമിൻ്റെ ഒരു ജേഴ്സി അണിയുമ്പോൾ അതിൻ്റെ ഒരു സമ്മർദ്ദമൊന്നും ഉണ്ടാവാനൊരു സാധ്യതയുമില്ല. അദ്ദേഹം അല്ല എനിക്കൊന്ന് വൈഭവിന്റെ നമ്മൾ ഇതുവരെയുള്ള ബാറ്റിംഗ് രീതികൾ നോക്കുമ്പോൾ സമ്മർദ്ദങ്ങൾ അതിൻ്റെ അർത്ഥം പോലും പുള്ളിക്ക് അറിയില്ല എന്ന രീതിയിലാണ് ബാറ്റ് ചെയ്യുന്നത്. അദ്ദേഹം ഇന്ത്യയുടെ പല ടീമുകളിലായി കളിച്ചിട്ടുണ്ട്. അണ്ടർ 19 കളിച്ചിട്ടുണ്ട്, ഇന്ത്യ A അങ്ങനെ ഒരുപാട് എമർജിങ് ടൂർണമെൻറ്റിലൊക്കെ കളിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ മത്സരത്തിലും അദ്ദേഹം ഫസ്റ്റ് ബോൾ തന്നെ അടിക്കുക, അതായത് ആ ഒരു അപ്രോച്ച്, ആ ഒരു ആറ്റിറ്റ്യൂഡ് കൃത്യമായിട്ടുണ്ട്. ഈ വയസ്സ് എന്നുള്ളത് ഏജിൻ്റെ ഒരു ബാരിയർ ICC വെക്കേണ്ട കാര്യമുണ്ടോ എന്ന് പോലും സംശയമുണ്ട്. കാരണം ഇതിനു മുമ്പ് പിന്നെ 14ാം വയസ്സിൽ ഹസൻ റാസ എന്നുള്ള പാകിസ്ഥാൻ കളിക്കാരൻ അരങ്ങേറിയത് നമ്മുടെ മനസ്സിലുണ്ട്. അങ്ങനെ ഒരുപാട് പേർ 15 വയസ്സിന് താഴെയുള്ള സമയങ്ങളിൽ പലപ്പോഴും അരങ്ങേറിയിട്ടുണ്ട്. സച്ചിൻ പോലും 16ാമത്തെ വയസ്സിലാണ് അരങ്ങേറിയത് 89-ൽ. അപ്പോൾ എനിക്കൊന്നൊരു സച്ചിൻ്റെ ഒരു പിൻഗാമി ആവാനുള്ള ഏജ് ഫാക്ടർ അദ്ദേഹം പിന്നെ എന്താ പറയുക സച്ചിന് ശേഷം ഇത്രയും ഏജിൽ വന്നിട്ട് ഒരു ലോങ് കരിയർ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതയും വൈഭവിലുണ്ട് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇന്നത്തെ മത്സരത്തിൽ എടുത്തു പറയേണ്ട മറ്റൊരാൾ രവീന്ദ്ര ജഡേജയാണ്. ജഡേജയുടെ പന്തുകൾ, ജഡേജ നമുക്കറിയാം എത്രയോ വർഷക്കാലം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ എന്ത് തലയായിരുന്നു,
പല തലകളില്ലേ, ചിന്നത്തല, കുട്ടിത്തല, അങ്ങനെയുള്ള ഒരു കളിക്കാരനായിരുന്നു. അപ്പം അതിനുശേഷം അദ്ദേഹം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രാജസ്ഥാൻ റോയൽസിലേക്ക് തിരിച്ചു പോകുന്നത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു അപ്പിയറൻസ് പോലും, അദ്ദേഹം ഒരു മുടിയൊക്കെ പറ്റേ വെട്ടിയിട്ടുള്ളൊരു ജഡേജയാണ്. അദ്ദേഹം അപ്പിയറൻസിൽ പോലും അങ്ങനെ ഒരു മാറ്റം വന്നു. ആ 2 വിക്കറ്റുകൾ, ആ ഓവറിൽ 2 വിക്കറ്റുകൾ കിട്ടിയ ആ ഓവറിൽ അദ്ദേഹം ശിവൻ ദൂബെ കുടുക്കിയ ഒരു വിധമുണ്ട്. ശിവൻ ദൂബെ നേരിടുന്ന ഫസ്റ്റ് ബോൾ 6 അടിച്ചിട്ടാണ് തുടങ്ങുന്നത്. അടുത്ത 2 ബോൾ ഡോട്ടാണ്. അടുത്ത 2 ബോൾ ഡോട്ട് എറിയുന്നു. പിന്നത്തത് അദ്ദേഹം ഫസ്റ്റ് ബോൾ 6 അടിച്ചപ്പോൾ തന്നെ രവീന്ദ്ര ജഡേജ അദ്ദേഹത്തിൻ്റെ ലെങ്ത് കുറക്കുന്നു. ബോൾ കുറച്ചുകൂടി പേസിൽ എറിയാൻ തുടങ്ങുന്നു. ശിവൻ ദൂബെ 6 അടിക്കും എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. അതായത് വർഷങ്ങളോളം ശിവൻ ദൂബെക്ക് പിന്നെ നെറ്റ്സിലും മറ്റുമൊക്കെ എറിഞ്ഞിട്ടുള്ളൊരു അനുഭവം രവീന്ദ്ര ജഡേജയ്ക്ക് ഉണ്ടാവണം. അപ്പോൾ പുള്ളി പിന്നെ ഫസ്റ്റ് ബോൾ 6 അടിക്കുന്നു, പിന്നെ 2 ഡോട്ട് ബോൾ, പിന്നത്തെ പന്തിൽ ലെങ്ത് കുറച്ച് കുറവായിട്ടുള്ള ആ പന്ത് അദ്ദേഹം അടിക്കുന്നു, ലോങ് ഓണിൽ ക്യാച്ച് ആവുന്നു, ലോങ് ഓഫിൽ ക്യാച്ച് നൽകി ഔട്ട് ആവുന്നു. ജഡേജയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹോം കമ്മിങ് ആണ്. അദ്ദേഹം അത് സഞ്ജു പുതിയൊരു തട്ടകത്തിൽ പരാജയപ്പെട്ടപ്പോൾ സഞ്ജുവിൻ മറുഭാഗത്ത് ടീം എന്താണോ വിശ്വാസം അർപ്പിച്ചത് അദ്ദേഹം അത് ഫലവത്താക്കി എന്നുള്ളത്. ഏതാണ്ട് 214 മത്സരങ്ങൾക്ക് ശേഷമാണ് ഒരു ടീമിൻ്റെക്ക് രാജസ്ഥാൻ റോയലിലേക്ക് ജഡേജ തിരിച്ചു വരുന്നത്. അതായത് ഒരു ടീമിന് വേണ്ടി വലിയ ഇടവേളകളെടുത്ത താരങ്ങളുടെ പട്ടികയിൽ 3ാമത് മാത്രമാണ് അദ്ദേഹം. മറ്റൊന്നും കൂടി ഭയങ്കരമായിട്ടുള്ളൊരു ജഡേജയുടെ സ്റ്റാറ്റിക്സ് നമ്മൾ അമ്പരപ്പിക്കുന്നതാണ്. 500 റൺസും 50 വിക്കറ്റുമുള്ള IPL താരങ്ങൾ 21 പേരാണുള്ളത്. 100 വിക്കറ്റും അത് 100 വിക്കറ്റിലേക്ക് വരുമ്പോൾ അത് 5 പേരിലേക്ക് ചുരുക്കുന്നു. വീണ്ടും 2000 റൺസും 100 വിക്കറ്റ് എന്ന് വരുമ്പോൾ അത് 2 പേരിലേക്ക് ചുരുങ്ങുകയും 3000 റൺസും 100 വിക്കറ്റും എന്നുള്ള IPL നേട്ടത്തിലെ ഏക താരമാണ് രവീന്ദ്ര ജഡേജ. അങ്ങനെ ഒരു താരത്തെയാണ് നേരത്തെ പറഞ്ഞ ഇവോൾവ്മെന്റ് ഭാഗമായിട്ട് കൂടി ചെന്നൈ സൂപ്പർ കിങ്സ് റിലീസ് ചെയ്തെന്നുള്ളത് ക്യാപ്റ്റനായിട്ട് ഒരു സീസണിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ IPL സീസൺ ഒരു റിമാർക്കബിൾ സീസണായി മാറിയേക്കാമെന്ന് ക്രിക്കറ്റ് വിദഗ്ധർ വിലയിരുത്തുന്ന മറ്റൊരു ഘടകം കൂടി ഈ 2 ഐക്കോണിക് ട്രാൻസ്ഫറുകൾ കൊണ്ടാണ്, കൈമാറ്റം കൊണ്ടുകൂടിയാണ്. അതായത് സീനിയർ താരങ്ങളെ ടീമുകൾ കൈമാറ്റം ചെയ്യാൻ തുടങ്ങുകയാണോ എന്നതിൻ്റെ ഒരു തുടക്കമായിട്ടാണോ ഈ സീസൺ. അതായത് 18 കോടിയോളം രൂപയ്ക്ക് സഞ്ജു സാംസൺ ഇങ്ങോട്ട് എടുക്കുന്നു, അത്രയും തുകയ്ക്ക് രവീന്ദ്ര ജഡേജ മറുഭാഗത്തേക്ക് പോകുന്നു, അങ്ങനെ സാംകറിനെയും കൂടെ കൊണ്ടുപോകുന്നു. അപ്പോൾ പരിക്കായിട്ട് പോവുകയും ചെയ്യുന്നു. അപ്പോൾ സീസണിൽ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ ഇപ്പോൾ ഓരോ ടീമിൻ്റെ ഐക്കണായിട്ടിരിക്കുന്ന താരങ്ങൾ ഭാവിയിൽ വേണമെങ്കിൽ മറ്റ് ടീമുകളിൽ പോകാൻ താരലേലത്തിനപ്പുറത്തേക്ക് ടീമുകൾ നിശ്ചയിച്ചും കൈമാറ്റം ചെയ്യപ്പെടാനുള്ള സാധ്യതകൾ കൂടിയാണ് ഈ IPL സീസൺ തുറന്നിടുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു ചർച്ച കൂടി അവിടെ ജഡേജ ഇത് ശരിക്കും ആസ്വദിച്ചു. ഈ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് എടുത്തപ്പോൾ അദ്ദേഹത്തിന് ഒരു പുതിയ സെലിബ്രേഷൻ, ഒരു ഗൺ പോയിന്റ് ആ ടൈഡിൽ ഒരു പുതിയൊരു സെലിബ്രേഷൻ. നമുക്കറിയാം അദ്ദേഹം ബാറ്റ് കൊണ്ട് ഈ രജപുത്ര സ്റ്റൈലിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ബോളിംഗിൽ വിക്കറ്റ് എടുത്തപ്പോൾ അദ്ദേഹം മറ്റൊരു സെലിബ്രേഷൻ കൂടി പുതിയതായിട്ട് ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പം മൊത്തത്തിൽ നോക്കുമ്പോൾ ശിവൻ ദുബെ. അപ്പോൾ മൊത്തത്തിൽ ജഡേജയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു, കാരണം ജഡേജ രാജസ്ഥാൻ റോയൽസിന് വേണ്ടിയിട്ടാണ് കളിച്ചത്. കഴിഞ്ഞ ദിവസം IPL നമ്മൾ 18-19 സീസണുകളിലായിട്ട് കളിച്ച കളിക്കാരിൽ ഒരാളായിട്ട് ജഡേജ എണ്ണിയിരുന്നു. പക്ഷേ ആ സമയത്ത് നമ്മുടെ കുറേ കമന്റുകളിൽ 2010 സീസണിൽ അദ്ദേഹത്തിന് ബാൻ ഉണ്ടായിരുന്നു IPL. അപ്പൊ അത് നമ്മൾ സൂചിപ്പിച്ചില്ലായിരുന്നു. അത് ഒരുപാട് കമന്റുകൾ നമ്മുടെ പ്രേക്ഷക കമന്റുകളായിട്ട് വന്നിട്ടുണ്ട്. അതെ അതെ അതെ, ഇടയ്ക്ക് മറ്റേ ബാൻ വന്നിരുന്നു ഒരു വർഷം. ഒപ്പം തന്നെ റിയാൻ പരാഗിന്റെ ഒരു ക്യാപ്റ്റൻസിയും, പരാഗ് ഏത് രീതിയിലായിരിക്കും ഒരു ഫുൾ ടൈം ക്യാപ്റ്റനായി വരിക എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് നല്ല വിഭവങ്ങളുണ്ട് അദ്ദേഹത്തിന്. പിന്നെ ഈ 5 ബോളേഴ്സ്, ഏറ്റവും മികച്ച 5 ബോളേഴ്സ് എന്ന് പറയുമ്പോൾ ജോഫ്ര ആർച്ചർ, നാന്ദ്രെ ബർഗർ, സന്ദീപ്, പിന്നെ ഈ ബ്രിജേഷ്, പിന്നെ അവരുടെ സ്പിന്നറായിട്ട് വരുന്ന ജഡേജ. ഈ ബോളേഴ്സ് അവർക്കത് കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രവി ബിഷ്ണോയ് കൂടിയുണ്ട്. 6 ബോളേഴ്സിനെ കൃത്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ക്യാപ്റ്റൻ അവർക്കുണ്ട്. ക്യാപ്റ്റന് മുമ്പിൽ ഈ വിഭവങ്ങളൊക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു. അതായത് ബൗളിംഗ് ചേഞ്ചസ് മാത്രമല്ല, ഫീൽഡിംഗ് ചേഞ്ചസും ഗംഭീരമാണ്. ലാസ്റ്റ് 10ാം വിക്കറ്റിലെ ആ ഒരു സംഭവം മാത്രമാണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പോയത്. നമ്മൾ പലപ്പോഴും ഫീൽഡിംഗ് ചേഞ്ചസുകളെല്ലാം മികച്ചായിരുന്നു. നമ്മൾ പലപ്പോഴും റിയാൻ പരാഗിനെ പല സീസണുകളായിട്ട് കുറ്റപ്പെടുത്താറുണ്ട്, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാറുണ്ട്. അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പിന്നെ ഈ ടീമിലെ ആരെങ്കിലും CDO, മറ്റേ രഹസ്യ CDO മറ്റോ രഹസ്യ വീഡിയോകളുള്ള CD ഇവരുടെ കയ്യിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ തരത്തിലുള്ള ട്രോളുകളൊക്കെ അദ്ദേഹം മാത്രമല്ല സഞ്ജുവിൽ നിന്ന് ക്യാപ്റ്റൻസി മാറിയപ്പോൾ അതിന്റെ കൂടിയുള്ള ഒരു എതിർപ്പ്, ജയ്സ്വാൾ ആയിരുന്നു ക്യാപ്റ്റൻ ആവേണ്ടത് എന്നുള്ള ചർച്ച ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇപ്പം കഴിഞ്ഞ ദിവസം സംഘക്കര പറഞ്ഞൊരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. രവീന്ദ്ര ജഡേജയെ ക്യാപ്റ്റനാക്കാമായിരുന്നു, സന്ദീപ് ശർമ്മയെ ക്യാപ്റ്റനാക്കാമായിരുന്നു, യശസ്വി ജയ്സ്വാളിനെ ക്യാപ്റ്റനാക്കാമായിരുന്നു,
ഇവരെയൊക്കെ എല്ലാവരെയും വിളിപ്പിച്ച് സ്പെഷ്യലായിട്ട് ഇൻ്റർവ്യൂ നടത്തി. ഈ റിയാൻ പരാഗ് അടക്കം 4 പേര് ക്യാപ്റ്റൻസി മെറ്റീരിയലായിട്ട് ആ ടീമിലുണ്ടായിരുന്നു. ഈ 4 പേരെയും ഇൻ്റർവ്യൂ നടത്തി 2-3 പ്രാവശ്യം അവരുമായിട്ട് കൂടിയാലോചനകൾ നടത്തിയിട്ട് അവസാനമാണ് റിയാൻ പരാഗിലെ തന്നെ അവർ സ്റ്റിക്ക് ഓൺ ചെയ്തത്. അപ്പം അത്രയും അവർ ആ ക്യാപ്റ്റൻ എന്ന രീതിയിൽ റിയാൻ പരാഗ് അത്രയും അവർക്ക് വിശ്വാസം അർപ്പിക്കാൻ പറ്റുന്ന ഒരാളായതുകൊണ്ടായിരിക്കുമല്ലോ അവർ അദ്ദേഹത്തെ ക്യാപ്റ്റനാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും ക്യാപ്റ്റൻസി ചേഞ്ച് എന്നുള്ളത് തീർച്ചയായും ഈ മത്സരത്തിൽ നമ്മൾ കണ്ടു. ഇതേപോലെ തന്നെ ഈ ക്യാപ്റ്റൻസി മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ റിയാൻ പരാഗിന് ഈ ടീം പ്ലേ ഓഫിലെത്താനുള്ള എല്ലാ സാധ്യതയും മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട്. അതേസമയം ചെന്നൈ ഒരുപാട് വർക്ക് ചെയ്യേണ്ടതുണ്ട്. തീർച്ചയായിട്ടും. കാരണം പരാഗിനും പ്രായവും നല്ല ഘടകമാണ്. 24 വയസ്സേ ആയിട്ടുള്ളൂ. രാജസ്ഥാൻ്റെ ടോപ്പ് ഓർഡർ നോക്കുമ്പോൾ രസമാണ്. വൈഭവ് 15 വയസ്സേ ഉള്ളൂ. യശസ്വി ജയ്സ്വാൾ 24 വയസ്സ്. അതിനുശേഷം പരാഗ് 24 വയസ്സേ ഉള്ളൂ. അങ്ങനെ നല്ല യങ്സ്റ്റേഴ്സാണ് അവരുടെ എന്നുള്ള ഒരുപാട് നാളത്തേക്കുള്ള ഒരു നല്ല ടീമുകളെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ഈ ടീമുകൾ തമ്മിൽ ഏതാണ്ട് സമാനമായിട്ടുള്ള കരുത്തുള്ള ടീമുകൾ തന്നെയായിട്ടാണ് നമ്മൾ വിലയിരുത്തുന്നത്. സഞ്ജു സാംസണും ഗൈക്വാദും ഓപ്പൺ ചെയ്യാനുള്ളപ്പോൾ മറുഭാഗത്ത് ഉള്ളത് ജയ്സ്വാളും മറ്റേ വൈഭവ് സൂര്യവംശിയും തന്നെയാണ്. പിന്നീട് വരുന്നിടത്ത് മാത്രമാണ് ആയുഷ് മാത്രമേ വരുന്നു. അദ്ദേഹം ഒരു ബ്രില്യൻ പ്ലെയർ ആയിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ദൗർഭാഗ്യവശാൽ ഇന്ന് ഗോൾഡൻ ഡക്കായിട്ട് മടങ്ങേണ്ടി വരുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ പ്രതീക്ഷ അർപ്പിച്ച ഷോട്ട് അദ്ദേഹത്തിന് കളത്തിലേക്ക് മിന്നി തെളിയാൻ കഴിഞ്ഞില്ല. പ്ലെയർ ആയിട്ട് വന്നിട്ടുള്ള സർഫറാസ് ഖാൻ നിർണായകമായിട്ടുള്ള റോള് കളിച്ചു എന്നുള്ളതാണ് പോസിറ്റീവാണ് അദ്ദേഹം അറ്റംപ്റ്റ് ചെയ്തത്. മൂന്നാമത്തെ ഓവറിൽ തന്നെ ഒരു ഇമ്പാക്ട് പ്ലെയറെ ഇറക്കി എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. ചെന്നൈയുടെ ഒരു തന്ത്രം ആ കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ടത്. പിന്നെ വരുന്നത് നമ്മൾ പിന്നെ ഒരു എക്സ്പീരിയൻസ് പ്ലെയർ ആയിട്ട് വരുന്ന ശിവം ദുബെയാണ്. പിന്നെ ഓവർടൺ ബാക്കി പിന്നെ പോവുകയാണെങ്കിൽ യുവതാരങ്ങളും പരിചയസമ്പന്നം മിക്സ് ചെയ്തിട്ടുള്ള ഒരു ലൈനപ്പാണ് ഇന്നിപ്പോൾ സൂപ്പർ കിങ്സ് പരീക്ഷിച്ചിട്ടുള്ളത്. മറുഭാഗത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഇതേ ലൈനപ്പ് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. താഴേക്ക് വരികയാണെങ്കിലും ഹിറ്റ്മേറിനൊന്നും ഇന്ന് ഇറങ്ങേണ്ടി വന്നില്ല. IPL എക്സ്പീരിയൻസ് ഉള്ള താരങ്ങളാണ്. ധ്രുവ് ജുറേൽ ഹെറ്റ്മേർ ആണെങ്കിലൊക്കെ IPL എക്സ്പീരിയൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. IPL ചെന്നൈക്ക് ഇല്ലാത്തതും അതായി. കാരണം ചെന്നൈയിൽ സർഫറാസ് ഖാൻ തന്നെ പണ്ടെപ്പോഴോ ഒരു സീസൺ കളിച്ചിട്ട് പിന്നെ കഴിഞ്ഞ സീസണുകളിലൊന്നും അദ്ദേഹത്തെ ടീമിൽ ഒരു ടീമും വിളിച്ചെടുത്തിരുന്നില്ല. ഈ വർഷം എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ശരിക്കും ഒരു ഫ്രഷ് ഇന്നിങ്സ് എന്നുള്ള തരത്തിലാണ്, റീ എൻട്രി എന്നുള്ള തരത്തിലാണ്. ഇപ്പം ഷോട്ട് IPL അങ്ങനെ കളിച്ചിട്ടില്ല. പിന്നെ പുതിയ വന്ന കളിക്കാർ അവരൊന്നും IPL ആയുഷ് മാത്രമേ പോലും കഴിഞ്ഞ സീസണിൽ കുറച്ച് കളികൾ കളിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു IPL എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു ടീമാണ്. ആ ടീമിനെയും കൊണ്ടാണ് ചെന്നൈ ഇറങ്ങിയത്. പക്ഷെ അവർക്ക് പിന്നെ എന്താ പറയുക, തിരിച്ചു വരേണ്ടത് അത്യാവശ്യമാണ്. ഓരോ മത്സരം കഴിഞ്ഞല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ നാളെ വളരെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഗുജറാത്ത് പഞ്ചാബ് മത്സരത്തിലാണ്. MSK ഒരു പ്രവചനത്തിന് മുതിരുന്നുണ്ടോ? അല്ല, ഞാൻ അതിനു മുമ്പ് നമ്മളൊക്കെ ഓരോ ടീമിനെ പറഞ്ഞിട്ട് നമ്മളൊക്കെ ഇങ്ങനെ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഞാൻ നേരത്തെ MSK സൂചിപ്പിച്ചു. IPL 18 വർഷത്തെ ചരിത്രത്തിൽ എനിക്ക് ഒരു ടീമിനോടും പ്രത്യേകിച്ച് ഒരു മമതയും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ഒരു ഫ്രീഡം വേറെ വലുത് തന്നെയാണ്. കാരണം ഒരു ടീമിന്റെ ഭാഗം പിടിച്ച് നമ്മൾ ഡെക്കാൻ ചാർജേഴ്സിന്റെ ആരാധകനല്ല, എനിക്ക് ആ ടീമിനെ ഇഷ്ടമായിരുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അതൊരു വല്ലാത്ത ടീമായിരുന്നു. അന്നത്തെ കാലഘട്ടത്തിൽ ഒരു യുവനിര അധികം പ്രശസ്തരല്ലാത്ത ഒരു സംഘം അണിനിരുന്നൊരു ടീമായിരുന്നു എന്നുള്ളത് കൊണ്ടും രണ്ടാമത്തെ തവണ ഒരു ചാമ്പ്യന്മാരായി മാറിയത് കൊണ്ടും അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിപ്പോൾ സൺറൈസേഴ്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണ്ട ഫൈറ്റ് ചെയ്യണമെങ്കിൽ നാളത്തെ മത്സരം എന്ന് പറയുമ്പോൾ പഞ്ചാബ് വേഴ്സസ് ഗുജറാത്ത് ജയിക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഗുജറാത്ത് ശുഭ്മാൻ ഗിൽ അദ്ദേഹം കഴിഞ്ഞ T20 ലോകകപ്പിൽ പിന്നെ അദ്ദേഹത്തെ ഒമിറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി നിർത്തിയതിന്റെ എല്ലാ സംഹാര രുദ്രനായി മറ്റേ നമ്മുടെ നരസിംഹത്തിലെ ഇൻട്രോ പോലെ പുള്ളി വരാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ശുഭ്മാൻ ഗില്ലിൽ വലിയ പ്രതീക്ഷയാണ്. അതുപോലെ പിന്നെ സായ് സുദർശൻ മികച്ച ഫോമിലാണ്. ജോസ് ബട്ട്ലർ ഫോമിലേക്ക് എത്തേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അവർ പിന്നെ ഒരു സെറ്റിൽ ആശിഷ് നെഹ്റ എന്നുള്ള കോച്ചുണ്ട്. ഞാൻ ഗുജറാത്തിൽ ബെറ്റ് വെക്കുന്നു. ഞാൻ ഗുജറാത്തിനെ ബെറ്റ് വെക്കുന്നില്ല. ഞാൻ പഞ്ചാബിലൊന്നും നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം എത്രമാത്രം പ്രഗത്ഭരാണ് നിലത്തിലുള്ള ഒരു ടീമിന് എന്തുകൊണ്ട് ഒരു കിരീടത്തിലേക്ക് എത്താൻ കഴിഞ്ഞില്ല, അത് ഇത്തവണയെങ്കിലും സാധ്യമാകട്ടെ എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് കൂടിയാണ്. കാരണം യുവരാജിൻ്റെ ടീമായിരുന്നു. ആ അർത്ഥത്തിൽ പഞ്ചാബിനെ കൂടി എൻ്റെ ഒരു ഫേവറേറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നാളെ പഞ്ചാബിനൊപ്പം നിൽക്കാം. പഞ്ചാബിനൊപ്പം നിൽക്കുന്നു ഗുജറാത്ത്. അപ്പോൾ എന്തായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾക്കുണ്ടാവും ഒന്ന് ഈ ഇന്നത്തെ മത്സരത്തെക്കുറിച്ചുള്ള വൈഭവൻ്റെ പ്രകടനങ്ങളെക്കുറിച്ചും മറ്റൊക്കെ നിങ്ങൾക്ക് അഭിപ്രായങ്ങളുണ്ടാവും. ഒപ്പം തന്നെ നാളെ നടക്കാൻ പോകുന്ന മത്സരത്തിൻ്റെ വിവരങ്ങളും നമ്മളുമായിട്ട് പങ്കുവയ്ക്കുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.